നമസ്കാരം. കഴിഞ്ഞൊരു ഞായറാഴ്ച ഞങ്ങൾ ആനയിറങ്കൽ ഡാം കാണാൻ പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് നല്ല വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് കരുതി. ആനയിറങ്കൽ ഡാം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ മൂന്നാറിൽ നിന്ന് ഏകദേശം ഒരു 22 കിലോമീറ്റർ അകലെയാണ്. മൂന്നാർ കുമളി പാതയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ്. ചുറ്റും തേയില ഇങ്ങനെ എന്താ അകലെ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു വെൽവെറ്റ് പോലെ തോന്നും. നമ്മൾ അകലയിലേക്ക് നോക്കുമ്പോൾ എത്ര ഭംഗിയാണെന്നറിയോ. അകലെ നിന്നുള്ള ആനയിറങ്കൽ ഡാമിൻ്റെ വ്യൂ കാണാൻ ഭയങ്കര രസമാണ്. ഈ വെള്ളവും അതേപോലെ തന്നെ ആ തേയിലക്കാടുകളും ഒക്കെ കൂടി ഞങ്ങളവിടുന്ന് പതിയെ ആനയിറങ്കൽ ഡാമിൻ്റെ മുകളിലേക്ക് വന്നു. ഈ ആനയിറങ്കൽ ഡാം നിർമ്മിച്ചത് ഏകദേശം 1965 ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഇതിൽ ആനയിറങ്കൽ ഡാമിൽ നിന്നുള്ള വെള്ളം കുത്തുങ്കൽ അതേപോലെ തന്നെ പൊന്മുടി ഡാമുകളിലേക്ക് എത്തപ്പെടുന്നു. അവിടെ വെച്ച് കുത്തുങ്കലിലും പന്നിയാർ പവർ ഹൗസുകളിലും വെച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. പന്നിയാർ നദിയിലാണ് ഈ ആനയിറങ്കൽ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഡാമിൽ നിന്ന് തിരിച്ചു പോരാനുള്ള സങ്കടത്തിലായിരുന്നു. വീണ്ടും ഞങ്ങൾ ആ കാഴ്ചകൾ അകലെ നിന്നുള്ള ആനയിറങ്കൽ ഡാമും ആ പച്ചപ്പും ഒക്കെ ഇങ്ങനെ ഒന്നുകൂടെ ആസ്വദിച്ചു. പ്രകൃതി എത്ര സുന്ദരിയായിട്ടാണ് നിൽക്കണേന്ന് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അത്ര സുന്ദരിയായിട്ട് പ്രകൃതി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ശബ്ദങ്ങളോ ഒന്നുമില്ലാണ്ട് ഭയങ്കര കാമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. നമ്മുടെ മനസ്സിൽ സങ്കടങ്ങളും ഒക്കെ നമ്മൾ മറന്ന് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു യാത്രകൾ അത് നമ്മുടെ വീടിനടുത്തായാലും ശരി അകലെ ആയാലും ശരി നമ്മുടെ മനസ്സിന് ഭയങ്കരമായിട്ടുള്ള ഒരു റിലാക്സേഷൻ തരും. ആനയിറങ്കൽ ഡാം കണ്ടോ, അകലെ നിന്നുള്ള വ്യൂ ആണ് ആ കാണുന്നത്. സങ്കടങ്ങളും ഒക്കെ ഒന്ന് മാറ്റിവെച്ച് കുറച്ച് നിമിഷം നമുക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കുന്ന സമയം. ശരിയോടെ ഞങ്ങൾ അവിടെ നിന്ന് ആ കാഴ്ചകളൊക്കെ ഒന്നുകൂടെ കണ്ടു. തിരിച്ചു വരാൻ ഭയങ്കര സങ്കടമായിരുന്നു. അത്ര മനോഹരമായ സ്ഥലങ്ങളാണ് അത്. അവിടുന്ന് ഞങ്ങൾ നേരെ പോകുന്നത് ബോഡിമെട്ടിലേക്ക് വന്നായിരുന്നു. ബോഡിമെട്ടിൽ ഞങ്ങളെത്തി. കുറച്ച് അവിടുത്തെ കാഴ്ചകളൊക്കെ ഓടിച്ച് ഞങ്ങൾ ചെറിയ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ബോഡിമെട്ടിലെ ഒരു സ്ഥലത്ത് ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ ബാക്ക് സൈഡിൽ തമിഴ്നാടിൻ്റെ ആ നിരന്ന സ്ഥലങ്ങളൊക്കെ തമിഴ്നാടാണ് കാണുന്നത്. കഴിഞ്ഞിട്ട് ഞങ്ങൾ സീതാഗുഹയിലേക്ക് സീതാദേവി കുളിക്കാൻ പോയ വഴികൾ. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം.